പക്ഷേ എനിക്കിപ്പോ ഇവിടുന്ന് പോകാൻ അത്യാവശ്യം വിഷമമുള്ള പോലെ. വിഷമത്തിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചാ ഇല്ല. ഇത് പിന്നെ എന്ത് തേങ്ങയാന്ന് ചോദിച്ചാ അറിഞ്ഞൂടാ. അമ്മ ഇന്നലെ വിളിച്ചപ്പോഴേ എന്നോട് ചോദിച്ച് അവിടെ സ്കൂളിൽ റിസൈൻ വെച്ചോ, മോളത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞല്ലോ അവിടുത്തെ സ്കൂളിൽ റിസൈൻ വെച്ചു എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് പ്ലാനിങ്ങിലാ, അല്ലാതെ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല റിസൈൻ വെക്കുന്ന കാര്യം. ഇങ്ങനെ മനസ്സിലുണ്ട്, പിന്നെ 2 ഓഫേഴ്സ് വന്നിട്ടുണ്ട്, അപ്പം അത് ബെറ്റർ സാലറി പാക്കേജ് ആണ്, അപ്പൊ പോയാൽ കൊള്ളാന്നുണ്ട് എന്നൊക്കെ. കുറച്ചു നേരം ആലോചിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞ് ഒരു 45,000 ഇല്ലാതെ പോവരുതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 45,000 കിട്ടലുണ്ടാവില്ല, എന്നാ കുറച്ച് കിട്ടുമായിരിക്കും, പോകുന്നതാ നല്ലത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഞാൻ ഇവിടെ IDPS നിൽക്കുന്ന തന്നെയായിരുന്നോ നല്ലത്? നല്ല രസമൊക്കെ ഉണ്ടല്ലേ ഇവിടെ. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ രസമുള്ളതായിട്ട് തോന്നാറുണ്ട്. 2 ദിവസമായിട്ട് ഭയങ്കര ചിന്തയാ, ഇനിയിപ്പോ എന്താവും എന്നൊരു സാധനം. ഞാനിപ്പോ ടെറസിൽ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാം. ആകാശം കാണാൻ നല്ല രസമായി ഈ ഒരു ടൈം ആകുമ്പോൾ. പിന്നെ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 ആകുമ്പോൾ സ്റ്റഡി അവേഴ്സ് ഉണ്ട്. അതിനു മുന്നേ ഇന്നത്തെ വീഡിയോ ഷൂട്ട് കഴിയണം. അപ്പം അങ്ങനെ ഞാൻ ടെറസിലോട്ട് വന്നതാ 4 വർത്താനം പറയാൻ നിങ്ങളോടൊക്കെ. പോകാൻ പോകുന്നതിനെ പറ്റിയിട്ട് വലിയ പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഹൈദരാബാദില് നിസാംപേട്ടോ അങ്ങനെ ഏതോ പറഞ്ഞിട്ടുള്ള സ്ഥലത്താ ഒന്നും. 2 അയ്യോ മറന്നുപോയല്ലോ, ആ യാദഗിർ, അവിടെ ഒരു സ്കൂളിൽ. 2 ബെറ്റർ പാക്കേജ് ആണ്, പക്ഷെ സ്കൂള് ഇത്രമാത്രം സൗകര്യപ്രദമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ അടുത്തുള്ള ചൈതന്യയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന്. എൻ്റെ ഒരു സുഹൃത്ത് വന്നായിരുന്നല്ലോ അറ്റൻഡ് ചെയ്യാൻ അപ്പം, പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഡേറ്റ് ഇന്നലെ ആയിരുന്നു, അത് ഞാൻ മറന്നുപോയി, എന്നിട്ട് ഇന്നലെ അറ്റൻഡ് ചെയ്തില്ല. മാത്രല്ല ഏപ്രിൽ ഫസ്റ്റ് വീക്ക് 2 ജോയിൻ ചെയ്യുന്നിടത്തിട്ടോ. ഏപ്രിൽ എനിക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏപ്രിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചു. വാഷ്റൂം ആണോ ബാക്കിൽ? ടെറസിൽ വന്നപ്പം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിപ്പോയതാ, അഡ്ജസ്റ്റ് ആക്കിട്ടോ. അത് മാത്രല്ല ഇനി എന്താന്നുള്ളൊരു ക്വസ്റ്റ്യൻ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എവിടെ ജോയിൻ ചെയ്താലും മിനിമം 1 ഇയർ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഞാനാണെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് എനിക്ക് വീട്ടിലേക്ക് ഒരു പേയ്മെന്റ്, ഒരു എമൗണ്ട് കൊടുക്കുക, പിന്നെ എൻ്റെ ചെലവ്, അങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളെല്ലാം കൂടെ നടക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്കൊരു ജോലി ഇപ്പൊ വേണം. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടീച്ചിങ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. മീഡിയ ഫീൽഡ് ഞാൻ അന്വേഷിച്ചു, പക്ഷെ ഇപ്പൊ കിട്ടുന്ന ഒരു 35 ആ ഒരു റേഞ്ച് സാലറി ഒന്നും നമ്മുടെ നാട്ടിലെ മീഡിയയിലൊന്നും കിട്ടില്ല. ഏറ്റവും പ്രശ്നം പറ്റിയ എന്താന്ന് വെച്ചാല്, ഞാന് PG പഠിച്ചിറങ്ങിയ വർഷം 2020 ആ സമയത്ത് ഇറങ്ങിയ പാടെ എനിക്ക് നല്ലൊരു മീഡിയയിൽ ജോലി കിട്ടി, വെൽ പെയ്ഡ് ആയിട്ട്. അന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് 22 എന്തോ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 30 ഉണ്ടായിരുന്നു. ആ ഒരു 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ, ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്താ പറയാ, അവര് നല്ലൊരു കോർപ്പറേറ്റ് സെക്ടർ ആണല്ലോ, അപ്പം വർക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് 10,000 രൂപേന്റെ ബർത്ത്ഡേ വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ ആമസോണിന്ന്. അതുപോലെ ദീപാവലിക്കൊക്കെ ബോണസ് ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഓഫീസ് അടിപൊളിയായിരുന്നു. അപ്പം ആദ്യമേ നല്ല പെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് ശീലിച്ചിട്ട് പിന്നെ അങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പം ചാലഞ്ചിങ് ആണ് ഭയങ്കര. അതെന്നെ ഇപ്പൊ കുറച്ചുകൂടെ അഫക്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവിടെ സ്റ്റഡി അവേഴ്സ് തുടങ്ങും, അതുവരെ ഉള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്നാ. ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് താഴെ ബൈക്കിൽ കൂടെ പോയ ഒരാള്, 2 പേര്, അവര് നോക്കിപ്പോയി ഞാൻ എന്താ പറയുന്നത്, എന്താ കാണിക്കുന്നത് ഈ ടെറസിന്റെ മുകളിൽ. വല്ല ആത്മഹത്യാക്കുറിപ്പും ഡിജിറ്റലായിട്ട് തയ്യാറാക്കുകയാണെന്ന് വിചാരിച്ചാവോ? അല്ല, എന്റെ മുഖത്ത് എന്താന്ന് കണ്ടോ? ഇത് ആക്നെ പാച്ചസ് ആട്ടോ. ഞാൻ 2 എണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാ 20 എണ്ണം ഉള്ള ഒരു പാക്കറ്റാ ഇത്. 5-8 മണിക്കൂർ കണ്ടിന്യൂസ് വെക്കണം പോലും, മുഖം ക്ലീൻ ആയി കഴുകിയതിന് ശേഷം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്താവും എന്നറിയില്ല. എൻ്റെ മുഖത്താണ് ഇപ്പൊ ഇവിടുത്തെ ഫുഡ് ഹാബിറ്റിന്റെ ആണോ എന്നറിയില്ല, ഭയങ്കര കുരു.
പിന്നെ ഞാൻ കുറച്ച് അധികം ജങ്ക് യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നേരം. ഇവിടുത്തെ ഫുഡ് അഡ്ജസ്റ്റ് ആവാതായപ്പം ഇവിടെ പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഉള്ളതുകൊണ്ടും ഓർഡർ ആക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പം 22nd ആയി. അപ്പം 30 വരെ വർക്കിംഗ് ഡേയ്സ്, എക്സാംസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ്, എന്താണെന്നാ പറയാ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PTM ഉണ്ട്. അത് പക്ഷേ ഏപ്രിൽ 4th 5th ആ ഒരു ഡേറ്റ് ആയിരിക്കും. 4th-നോ 9th-നോ കൺഫേം ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അതിനായിരിക്കും. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ IDPS ഇല്ല. ഏപ്രിൽ 1-ന് തന്നെ മറ്റേ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ 2 സ്കൂളിൽ. അതിന് മുന്നേ പോയിട്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതണം അവരുടെ. അതുപോലെ നേരിലൊരു ഡെമോ കൂടെ എടുക്കണം ഒരു സ്കൂളിൽ. മറ്റേ സ്കൂളിൽ സെലക്റ്റഡ് ആണ്, അറിയില്ല. ഒരു സ്കൂളിലാണെങ്കിൽ രശ്മി ഉണ്ടാവും, ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചായിരിക്കും. മറ്റേ സ്കൂളിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, രശ്മി ഉണ്ടാവില്ല. അങ്ങനെ. അപ്പോൾ അതും ഒരു ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് എന്നെ ഒന്ന്, എന്താ പറയാ, ഡിലേമ ആ സാധനമാണ്. നല്ല ഏരിയ ആണ് ഇവിടെ, നല്ല ഭംഗിയല്ലേ കാണാനോ. അതേപോലെ തന്നെ കുറച്ച് ഡെവലപ്ഡ് എന്നല്ല, എന്തൊക്കെയോ, എന്താ പറയണ്ടേ, അത്ര കുറച്ചധികം എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുള്ള ഒരു കർണാടകയിലെ പ്രദേശം. അതിൻ്റെ ഒരു ഗുണമുണ്ട്. വില്ലേജസിൽ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ പറയുന്ന അടുത്ത രണ്ട് സ്കൂൾ മിക്കവാറും വില്ലേജസ് ആയിരിക്കും. വീട്ടിൽ നിന്ന് അതിന് വഴക്ക് കേൾക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം നല്ല കംഫർട്ടബിൾ ആയിരുന്നത് കൊണ്ട് ഇനി പോകുന്ന സ്ഥലത്ത് എന്തായിരിക്കും എന്നുള്ള ആശയക്കുഴപ്പം. ബെല്ലടിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റഡി അവേഴ്സ് ഉണ്ട്. ബൈ ബൈ.